ബജറ്റിലെ പ്രതീക്ഷകൾ പങ്കുവച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. നമസ്കാരം. വലിയ തിരക്കുള്ള ദിവസം, 3-4 ദിവസമായി ഉറക്കമില്ലാതിരിക്കുകയാണെന്നറിയാം. എങ്കിലും അല്പസമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രധാനമായി ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രകടന പത്രികയുടെ മിനിയേച്ചർ രൂപമാണ് ബജറ്റിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. താങ്കൾ അതിന് എങ്ങനെ മറുപടി? അതല്ല, കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റ് എടുത്താലും കഴിഞ്ഞ വർഷങ്ങളിലെ ബഡ്ജറ്റ് എടുത്താലും അതിനു മുമ്പത്തെ LDF ബഡ്ജറ്റ് എടുത്താലും കൃത്യമായി നാട്ടിലെ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പറയുന്ന രീതിയാണുള്ളത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. വരാനുള്ള കുറച്ച് കാര്യങ്ങൾ, ടാക്സിൻ്റെ അധികം പ്രപ്പോസൽ ഇല്ലാന്നൊരു കാര്യം വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്രോത്തുമായി ബന്ധപ്പെട്ടതാണ്, ആളുകൾക്ക് വെൽഫെയർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, പുതിയ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഇക്കണോമി ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ, സാധാരണ ആരും പരിഗണിക്കാത്ത, ഇതുവരെ അങ്ങനെ പരിഗണിക്കാത്ത ഗിഗ് വർക്കേഴ്സ്, പിന്നെ വലിയ നമ്പർ നമ്മുടെ സംഘടിതരായിട്ടുള്ള മേഖലയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന, നമ്മുടെ ആശാംഗൻവാടി പാചക തൊഴിലാളിയെ സാക്ഷരത, അവരെയെല്ലാം പരിഗണിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയും ഉണ്ട്. അതേസമയം ഏറ്റവും മോഡേൺ ടെക്നോളജി, ഏറ്റവും പുതിയ വ്യവസായങ്ങൾ, അതിൻ്റെ കാര്യവും പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് വന്നത്. ഈ പ്ലാനിംഗ് എസ്റ്റിമേറ്റിനെ ഒരു പൊളിറ്റിക്കൽ എസ്റ്റിമേറ്റ് ആക്കി മാറ്റി എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉന്നയിച്ചത്. അതിനെ എങ്ങനെ രാഷ്ട്രീയമായി മറുപടി പറയും? എനിക്കത് മനസ്സിലായിട്ടില്ല. പ്ലാനിങ് എസ്റ്റിമേറ്റ് എങ്ങനെ പൊളിറ്റിക്കൽ എസ്റ്റിമേറ്റായി? ബേസിക്കലി ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സാണ്. അത് നമ്മുടെ ഗവൺമെൻറ് അക്കൗണ്ടിങ് CAG മറ്റൊക്കെ നോക്കുന്നതും എല്ലാ കണക്കുകളുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണല്ലോ ബേസിക് ഡോക്യുമെൻറ്റ്, പ്ലാൻ ആയാലും നോൺ പ്ലാൻ ആയാലും. പിന്നെ ചില ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഇതാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം തന്നെ പറയാനായിട്ട് ഞാൻ വേണ്ടല്ലോ. എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെയും നയം ഇതാണ്, എല്ലാവർക്കും സഹായം എത്തിക്കുന്നതാണ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അവർ പൊളിറ്റിക്കലാണെന്ന് പറയും. പിന്നെ ഇത് നടപ്പിലാക്കാനും പറ്റാത്തതാണെന്ന് അവർ പറയുന്നുണ്ട്. നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്നാണ് കഴിഞ്ഞ 5 വർഷം മുമ്പ് 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് നടപ്പിലാക്കാനുള്ളതല്ലെന്ന, നടപ്പിലാക്കാൻ പറ്റുമെന്നും ഇതെല്ലാം കൃത്യമായി ചെയ്യാമെന്നും കാണിച്ചു കൊടുത്താണല്ലോ. എല്ലാ കാര്യവും ചെയ്തല്ലോ ആ സർക്കാർ. ഈ അഭ്യസ്ത വിദ്യരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. ബിരുദാനന്തര ബിരുദം നേടുന്നവരുടെയും ബിരുദാനന്തര ബിരുദം നേടുന്നവരുടെയൊക്കെ എണ്ണം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകമായൊരു കെയർ കൊടുക്കുമ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ അതിന് കൂടി സഹായകരമാകുമെന്ന് കരുതുന്നുണ്ടോ? സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിനുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ നേരത്തെ കൊടുത്തെങ്കിൽ ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് തുടങ്ങിയ മേഖലയിൽ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈ ലോകത്തെല്ലായിടത്തേക്കും പോകുന്ന മലയാളി പൊക്കോട്ടെ, പക്ഷേ എല്ലായിടത്തുനിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ എക്കോസിസ്റ്റം മാറ്റാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ഇൻ്റർനാഷണൽ സ്കൂളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം. അത് ഈ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ പറ്റും, സമർത്ഥരായ ഇവിടെ തന്നെ തടഞ്ഞു നിർത്താൻ. ബ്രെയിൻ ഡ്രെയിൻ പൂർണ്ണമായി തടയാൻ ഒരു ലോകത്തും പറ്റില്ല. ബ്രെയിൻ ഡ്രെയിൻ എന്ന് നമ്മൾ എടുക്കേണ്ട, ആളുകൾ പോവുക ചെയ്യും, പക്ഷേ അവർ തന്നെ തിരിച്ചുകൂടെ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ധാരാളം ആൾ പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പം മറ്റ് സ്റ്റേറ്റുകാരും മറ്റ് രാജ്യക്കാരും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള എക്കോസിസ്റ്റം, ഫെസിലിറ്റി, അതിനുള്ള നമ്മൾ ഇത്രയും ചെറുപ്പക്കാർ കൂടുതൽ പരിശീലിച്ച് വരിക തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നമൊന്നും അല്ല, ഇപ്പോൾ സമയത്ത് ചർച്ച ചെയ്യാനില്ല. ചെറുപ്പക്കാരുടെ എണ്ണം തൊഴിലില്ലാത്തവർ കൂടുന്നു എന്നല്ലേ, അല്ല, ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഏറ്റവും ജനകീയമായ, അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുമെന്ന് അങ്ങ് കരുതുന്നത് ഇതിലെ ഏത് പദ്ധതിയാണ്? പലതരത്തിൽ പല പദ്ധതികളുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെതിരെയുള്ള വലിയ ഫൈറ്റാണ് 1000 കോടി അതിനായിട്ട് മാറ്റിവെച്ചത്. വലിയ നമ്പരല്ല, പക്ഷേ അപകടത്തിൽപ്പെട്ട് വഴിയിൽ ആരും നോക്കാതെ കിടക്കുന്ന ആളുകൾക്ക് ലൈഫ് സേവർ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചു. 5 ദിവസത്തേക്കുള്ള ചികിത്സ. പലപ്പോഴും ആശുപത്രി കൊണ്ടുപോയാൽ ആരും നോക്കാനില്ല, ചിലപ്പോൾ നല്ല സമ്പത്തുള്ളതായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും, ആരും വന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ടും കിട്ടില്ല. അങ്ങനെയുള്ള ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളെ ചികിത്സിക്കാൻ പറ്റുന്ന പദ്ധതി. അത് നമ്പർ കൊണ്ടല്ല, അതിൻ്റെ മാനവികത കൊണ്ടാണ്. ഗിഗ് തൊഴിലാളികളെ പോലുള്ളവർക്ക് നേരത്തെ ഇങ്ങനൊരു പരിഗണനയില്ല, അവർക്ക് വരുന്ന കാര്യമുണ്ട്. പിന്നെ സ്വാഭാവികമായും നമ്മുടെ ഹരിതകർമ്മസേന മുതൽ എല്ലാവർക്കും, അവർക്കുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രത്യേക കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലയിലുമുണ്ട്. എല്ലാ മേഖലയിലും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം വളരെ പ്രധാനമാണല്ലോ, അത് കൊടുത്തു. തീർച്ചയായും ഈ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നതിനെ വിമർശിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. അതേസമയം കേരളയിലെ കാര്യത്തിൽ സംഭവിച്ച ഒരു അബദ്ധം ആവർത്തിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രാഥമികമായ ഒരു പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണോ ഇങ്ങനെ ഈ ഒരു അതിവേഗ പാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ്? ഈ പ്രാഥമിക പഠനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഡീറ്റെയിൽസിലേക്ക് പോയുള്ള പഠനം അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്.
ദേശീയ തലത്തിൽ നാഷണൽ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയാണ് ഇതിൻ്റെ നോഡൽ വകുപ്പ്. ഡൽഹി മീററ്റ് ഇപ്പോൾ ഈ പരിപാടി ഉണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം വെച്ചിട്ട് അവരുടെ സപ്പോർട്ടൂടെ കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടി വരും. ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ നമ്മൾ കൊടുത്തു, ഡീറ്റെയിൽസ് നോക്കി ബാക്കി ചെയ്യണം. എന്തായാലും ഇത് തൂണുകളിൽ നിൽക്കുന്നതായിരിക്കും ജനറലി. മെട്രോയുടെ സൗകര്യം ഉപയോഗിക്കാം. മെട്രോയിലോടുന്ന അതേ പാളം തന്നെയാണ് ഇതിനും വരിക. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മെട്രോയിൽ നിന്ന് കണക്ട് ചെയ്ത് രീതി വന്നു കഴിഞ്ഞാൽ ഈ ഇതിൽ കൂടെ പോയിട്ട് കൊച്ചി മെട്രോയിൽ ഉണ്ടെങ്കിൽ അത്രയും ദൂരം അതിൽ കൂടെ ഓടി. അപ്പോൾ മെട്രോയുടെ 10-50 കിലോമീറ്റർ അവിടെ ഉപയോഗിക്കും, ഇവിടെ ഉപയോഗിക്കും. അവിടുന്ന് കോഴിക്കോട് മെട്രോ ഉണ്ടെങ്കിൽ ആ മെട്രോ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സമ്മിശ്രമായ കാര്യമാണ്. റെയിൽവേ അല്ല, ഇത് ആദ്യഘട്ടം തൃശ്ശൂർ വരെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് തലേ ദിവസം നിർണായകമായ 2 പ്രഖ്യാപനങ്ങൾ വരുന്നു. അതിൽ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനം, ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനി ചില കാര്യങ്ങൾ കൂടി പ്രഖ്യാപിക്കാൻ ഉണ്ടായതാണോ? ക്ഷേമ പെൻഷൻ ഈ ബഡ്ജറ്റിനകത്തെല്ലാം വരേണ്ടതല്ല, ചില സാങ്കേതിക കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങനെ ചില കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ്റെ ഒന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ്റെയൊക്കെ കാര്യത്തിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണത്തിൻ്റെ ഒരംശമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയും മെച്ചമായി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും നമ്മളെ ശ്വാസം മുട്ടിച്ചിട്ട് പണം തരാതിരിക്കുക, എന്നാലും ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കും. അതുകൊണ്ട് എല്ലാ പ്രഖ്യാപനങ്ങളും ഒന്നും വരില്ല. ബഡ്ജറ്റാണ് ഏറ്റവും മേജറായ പ്രഖ്യാപനങ്ങൾ വരുന്നത്. എന്നാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള ഭരണഘടനായ കാര്യങ്ങൾ ഇനിയും വരാം. അവസാനമായി ഒരു ചോദ്യം കൂടി, വളരെ ഇൻഫോർമലായ ഒരു കാര്യം. ധനവകുപ്പ് മറ്റൊരു വകുപ്പും പോലെയല്ല, ഇങ്ങനെ ഒരു നിർണായകമായ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച പിന്തുണ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാവണമല്ലോ. കുടുംബം ഒക്കെ പൊതുവിൽ ഏത് സ്ഥലത്തായാലും, ഏത് വകുപ്പായാലും, ഏത് ജോലിയായാലും കുടുംബത്തിൽ നിന്ന് അതിനൊരു സപ്പോർട്ട് ഉണ്ടായില്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കും. പിന്നെ ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വിമർശനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ കേൾക്കുക. അപ്പം വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.